നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ജർമ്മൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു ദ ജർമ്മൻ ഹെൽത്ത് കെയർ സിസ്റ്റം, ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ദ ഫസ്റ്റ് വൺ, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സിലൂടെ കടന്നു പോകുന്നത്. ദ ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഹെൽത്ത് കെയർ ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ഹെൽത്ത് കെയർ എങ്ങനെയാണെന്നുള്ളതും ഫെമിലിയറൈസ് വിത്ത് ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ ജർമ്മൻ ഹോസ്പിറ്റൽസ്. എന്തെല്ലാം റോളുകളുണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റികളൊക്കെയാണ് ഉള്ളതെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദ നെക്സ്റ്റ് വൺ, ലേൺ ദ ഹൈറാർക്കി ഇൻ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. എന്തെല്ലാം ഹൈറാർക്കീസ് ആണ് അവിടെ വരുന്നത് എന്നുള്ളതിന് നമ്മൾ ഡിസ്കഷൻസിലേക്ക് വരും. റെക്കഗ്നൈസ് കീ ടേംസ് ആൻഡ് പ്രൊഫഷണൽ എക്സ്പെക്ടേഷൻസ്. കുറച്ച് ടേംസ് നമ്മൾ പ്രൊഫഷണലി അവർ ഉപയോഗിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ പേരുകളാണ് സീനിയർ നഴ്സിനെ പറയുന്നത്, സൂപ്രണ്ടിനെ പറയുന്നത്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. ദ ഫസ്റ്റ് വൺ, കീ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഹെൽത്ത് കെയർ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രാങ്കൻ ഹോയ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രങ്കൻ ഹൗസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ക്രങ്കൻ ഹോയ്സർ ഹോസ്പിറ്റൽസ് ആണ് നമ്മുടെ ഫസ്റ്റ് കീ ആയിട്ട് വരുന്ന ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ നമ്മൾ നോക്കുന്നത് ഫ്ലേഗ് ഹൈമ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും, നഴ്സിംഗ് ഹോംസ് ആണ്. ഓക്കെ, ഫ്ലേഗ് ഹൈമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ആർട്സ് പ്രാക്സൻ എന്ന് പറയും. പ്രാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഓഫീസ്, ഡോക്ടേഴ്സ് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്യുന്ന ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രാക്ടീസുകൾ നമ്മൾ പറയില്ലേ, ഇത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ മൂന്നാമതൊരു ഘട്ടത്തിലേക്ക് വരിക. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത് റീഹാബിലിറ്റാക്സിയോൺ സെൻറ്റർ, റീഹാബ് സെന്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. റീഹാബിലിയേഷൻ സെന്റേഴ്സ് എന്ന് നമ്മൾ പറയാറില്ലേ, ഇതാണ് നമ്മുടെ അടുത്തൊരു കാറ്റഗറി. ഇനി നമുക്ക് അടുത്ത് നോക്കുന്ന അപ്പോത്തേക്കൻ എന്നുള്ളതാണ്. ഇത് നമ്മളെക്കുറിച്ച് കൂടുതൽ നമ്മൾ അതിലേക്ക് വരുന്നില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോത്തേക്കൻ എന്ന് പറയുമ്പോൾ ഫാർമസീസ് ആണ്. ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിലാണ് മെയിൻലി അവിടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ജർമ്മനിയിൽ കൺസിഡർ ചെയ്യുന്ന 5 കാര്യങ്ങളാണ് നമ്മളിപ്പം കണ്ടത്. ഇനി നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് കടക്കാം. ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ഇൻ ജർമ്മനി. ജർമ്മനിയിൽ എന്തെല്ലാം തരത്തിലാണ് ഈ ഹോസ്പിറ്റലുകളെ തിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിവേഴ്സിറ്റേറ്റ്സ് ക്ലിനിക്കും എന്നുള്ളതാണ് പറയുക. യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകളാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു ഫസ്റ്റ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചും അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളും നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റേറ്റ് ക്ലിനിക്കും എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ് അൽഗമൈനസ് ക്രാങ്കൻ ഹൗസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ജനറൽ ഹോസ്പിറ്റലുകളെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അൽഗമൈൻസ് ക്രാങ്കൻ ഹൗസ് എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരിക. ദെൻ തേർഡ് വൺ ഫാ ക്ലിനിക് എന്ന് പറയുന്നതാണ്. ഫ്ലാ ക്ലിനിക് എന്ന് പറയുന്നത് നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്സ് ആണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും കാർഡിയാക്കിനോ ഫിസിയാട്രിക്കോ അതുപോലെ തന്നെ ഓങ്കോളജിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന കൈൻഡ് ഓഫ് എന്താണ് ക്ലിനിക്കുകളെയാണ് ഫാ ക്ലിനിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിവാറ്റ് ക്ലിനിക് ആണ്, പ്രൈവറ്റ് ക്ലിനിക് ആണ്. ഇങ്ങനെ 4 തരത്തിലാണ് ഹോസ്പിറ്റലുകളെ അവർ തിരിച്ചിരിക്കുന്ന. ഈ ഒരു 4 രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കി. ഈ ടേംസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ. ഹൈറാർക്കി ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറാർക്കി പോകുന്നത്? നമുക്ക് റാങ്ക് ആയിരിക്കും. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഹൈറാർക്കി, ഒരു പിരമിഡൽ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഓബർ ആർട്സ് അല്ലെങ്കിൽ ഷെഫ് ആർട്സ് എന്ന് പറയും. സീനിയർ അല്ലെങ്കിൽ ഷെഫ് ഫിസീഷ്യനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന ഫസ്റ്റ് വൺ ഓബർ ആർട്സ് അല്ലെങ്കിൽ ഷെഫ് ആർട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് പേഴ്സൺ ഈസ് എ ഫസ്റ്റ് പേഴ്സൺ. ഒരു ഹോസ്പിറ്റലിൽ ഇദ്ദേഹം ആയിരിക്കും കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്ന ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾ. ഇനി രണ്ടാമത് വരുന്നത് അസിസ്റ്റന്റ് ആർട്സ് എന്ന് പറയുന്നത്. അസിസ്റ്റൻസ് ആർട്സ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ഡോക്ടർ, റെസിഡന്റ്, ഇവരെയാണ് നമ്മൾ അസിസ്റ്റൻസ് ആർട്സ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന പേരാണ് നമ്മളുമായിട്ട് തുടങ്ങുന്നത്, അതായത് നഴ്സുമാരായിട്ട് തുടങ്ങുന്ന ഭാഗങ്ങൾ ഇവിടെ നിന്നാണ്. ഫ്ലേഗ് ഡീൻസ് റൈറ്റും എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് തന്നെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന ഫ്ലേഗ് ഡീൻസ് റൈറ്റും നമ്മൾ ഷോർട്ട് ഫോമിൽ PDL എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, PDL എന്ന് പറയാറുണ്ട്. നഴ്സിംഗ് സൂപ്രണ്ട് കിട്ടിക്കാണുമായിരിക്കും. അടുത്ത് വരുന്നത് സാക്സിയോൺ സ്ലൈസ്റ്റും എന്നുള്ളതാണ്. സാക്സിയോൺ സ്ലൈറ്റും എന്ന് പറഞ്ഞാൽ വാർഡ്
മാനേജർ എന്ന് പറയും. നേഴ്സ് തന്നെയാണ് കേട്ടോ. നേഴ്സ് തന്നെ സൂപ്പർവൈസർ ആയിട്ട് വരുന്ന ആ റോളിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒരു വാർഡ് മൊത്തം ഇൻചാർജ് വരുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാർഡ് മാനേജർ എന്ന് പറയാം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ്, സാറ്റ്സ്യൂൺസ്ലൈസ്റ്റുങ് എന്നാണ് ഈ പറയുന്ന ഒരു പോസ്റ്റിനെ നമ്മൾ കാര്യമായിട്ട് പറയാം. ക്ലിയർ? ഇനി അടുത്ത് വരുന്നത് ഗെസൂൺഹൈറ്റ്സ് ഉൻ ക്രാങ്കൻ ഫ്ലേഗ ഓടെ ഫ്ലേഗറിൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കാം. ഗെസൂൺഹൈറ്റ്സ് ഫ്ലേഗർ ഓർ ഫ്ലേഗറിൻ അല്ലെങ്കിൽ ഗെസൂൺഹൈറ്റ്സ് ഉൻ ക്രാങ്കൻ ഫ്ലേഗ ഉൻ ഫ്ലേഗറിൻ എന്ന് പറയും. അപ്പോൾ ക്രാങ്കൻ ഫ്ലേഗർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഓക്കെയാണ്. രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കാറ്റഗറിയിൽ നഴ്സിംഗ് കഴിഞ്ഞ് ജോലിക്കായിട്ട് പോകുന്ന ആളുകളുടെ പോസ്റ്റിനെയാണ് നമ്മൾ അവിടെ ഇങ്ങനെ പറയുന്നത്. ഇനി അതിന്റെ തൊട്ട് താഴെ വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലേഗ് ഹെൽഫർ ഒരു ഹെൽഫറിൻ ആണ്. നമ്മൾ പലപ്പോഴും കേൾക്കും നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് പിന്നീട് അതിന് തൊട്ട് താഴെ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. അതിനും താഴെയാണ് ആര് വരുന്നത്? നമ്മൾ ഈ പറയുന്ന പ്രാക്ടിക്കാൻറ്റിൻ അല്ലെങ്കിൽ ഹൗസ് ബിൽഡന്റെ ഇന്റേൺസ് അല്ലെങ്കിൽ ട്രെയിനീസ്. ഈ ഹൗസ് ബിൽഡിങ്ങിനൊക്കെ വരുന്ന കുട്ടികളുണ്ട്, നഴ്സിംഗ് പഠിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഹൗസ് ബിൽഡിങ്ങിന് വരുന്ന കുട്ടികളൊക്കെയാണ് അതിന് താഴെ വരുന്നതെന്ന് മനസ്സിലാക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനീസും കുട്ടികളും ആയിരിക്കും ഈ പറയുന്ന ഒരു ഫോമിൽ. ഇങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ സെറ്റപ്പ്. ഇതിൽ നിന്ന് എൻറ്റയർ ഡിഫറെൻ്റ് ആണ് എവിടെ നമ്മൾ ഈ കൊടുക്കുന്ന ഹൈറാർക്കി നഴ്സിംഗ് ഹോംസ്. ഓക്കെ, ഫ്ലേഗ് ഹൈംസിൽ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾഡ് ഏജ് ഹോമുകൾ അല്ലേ, ആൾട്ട് ഹൈം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ആൾട്ടേഴ്സ് ഹൈം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ ഫ്ലേഗ് ഹൈമിൽ വരുന്നത് ആദ്യം വരുന്ന ഒരു ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ഹൈം ലൈറ്റും ആണ്, ഫെസിലിറ്റി ഡയറക്ടർ. ഈ പറയുന്ന ഓരോ ഫ്ലേഗ് ഹൈമിന് എന്തുണ്ട്? ഒരു ഡയറക്ടർ ഉണ്ടാവും. അദ്ദേഹത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈം ലൈറ്റും എന്ന് പറയുന്ന പോസ്റ്റാണ് ദ ഫസ്റ്റ് പോസ്റ്റ്. അതിനുശേഷം നമ്മൾ തുടങ്ങുന്നത് ഡോക്ടർ അല്ല, ഇതിലേക്ക് വരിക നഴ്സിംഗ് ഡയറക്ടർ എന്ന്. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് കണ്ടു, പക്ഷേ ഒരു ഫ്ലേഗ് ഹൈമിലേക്ക് വരുമ്പോൾ അത് നഴ്സിംഗ് ഡയറക്ടർ റോളിലേക്ക് വരും. ഇവിടെ നഴ്സുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കൂടുതൽ ഡോക്ടർമാർ അവിടെ ഉണ്ടാവില്ല. ഡോക്ടർമാർ വരില്ലെന്നല്ല, കൂടുതലും ഡോക്ടർമാർ വരുന്നത് ഹോസ്പിറ്റൽസിലായിരിക്കും, നഴ്സസ് ആയിരിക്കും. അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് ആയിട്ടുള്ള ഫ്ലേഗ് ടീൻസ് റൈസ്റ്റും പേ ഡേ എൽ എന്ന് പറയുന്ന ഒരു ഫോമിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്ത് അവിടുത്തെ നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് വരും. അതിന് കീഴിൽ വരുന്നതാണ് വോൺ ബെറൈസ് ലൈസ്റ്റുങ് എന്ന് പറയും. വോൺ ബെറൈസ് ലൈസ്റ്റുങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് യൂണിറ്റ് മാനേജർ, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ക്ലിയർ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഫ്ലേഗ് ഹൈമിൽ ചെല്ലുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ ബെറൈസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചുകൾ വരിക. എക്സാമ്പിൾ, കൂടുതൽ കരുതൽ വേണ്ട ആരുണ്ടാവും? ഓൾഡ് ഏജുകളായിട്ടുള്ള അല്ലെങ്കിൽ സഹായ ആവശ്യമുള്ള ഒരു കൈൻഡ് ഓഫ് കാറ്റഗറിയുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റുകളായിട്ടായിരിക്കും നമ്മുടെ ഫ്ലേഗ് ഹൈമിന് തിരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഓരോ യൂണിറ്റിനും ഒരു യൂണിറ്റ് മാനേജർ ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് വോൺ ബെറൈസ് ലൈറ്റും എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലേഗ് ഫാക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്വാളിഫൈഡ് നഴ്സ്. നമ്മൾ പറഞ്ഞ രജിസ്റ്റേർഡ് നഴ്സുമാരാണ് അവിടെ അടുത്തൊരു പോസ്റ്റിലേക്ക് വരുന്ന ആൾക്കാർ. ക്ലിയർ? ക്രാങ്കൻ ഫ്ലേഗർ എന്ന് പറയുന്ന സെയിം പോസ്റ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഒരു പോസ്റ്റ്. ഇനി അടുത്തത് ഫ്ലേഗ് ഹെൽഫേഴ്സ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് അസിസ്റ്റന്റ്. അതാണ് ഈ പറയുന്ന അടുത്ത പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നതാണ് എഫസിയോട്ട് ബേയപ്റ്റ്. നമുക്കറിയാം എഫസിയോട്ട്, നമുക്കറിയാം ഫ്രൈവിലിഗൽ സോഷ്യാലിറ്റി ആർ എന്ന് പറഞ്ഞ 1 year ഒരു സോഷ്യൽ വർക്കിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ ഒത്തിരി പേര് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും അവിടെ എന്തിനു വേണ്ടി വരാറുണ്ട്? 1 year വളണ്ടിയർഷിപ്പിന് വരുന്നുണ്ട്. ഇത്തരത്തിൽ വരുന്ന ആളുകളാണ് ഈ പറയുന്ന എന്തിൽ വരിക? എഫസിയോട്ട് ആൻഡ് ബേയപ്റ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സൈക്കിൾ പോണത്. ക്ലിയർ? ഈ ഒരു രീതിയിലായിരിക്കും ഈ പറയുന്ന ഓരോ ഹൈറാർക്കിയും എവിടെ വരുന്നത്? ഫ്ലേഗ് ഹൈമിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, നമ്മൾ സമ്മറിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എന്താണ് നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, റെസ്പെക്ട് ഹൈറാർക്കി ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്. നമ്മൾ നമ്മുടെ ഓരോ ഹൈറാർക്കിയിലുള്ള ആളുകളെ വളരെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മുടെ വലിയൊരു കടമയാണ്. ഒരു ജർമ്മൻ ഹോസ്പിറ്റലുകളിലേക്ക് കയറാനായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ റെസ്പെക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് വളരെ ക്ലിയർ ആയിരിക്കണം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ക്ലിയർ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഡോക്യുമെന്റ് കെയർഫുള്ളി ആൻഡ് ഫോളോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോട്ടോകോൾസ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യാനും അത് വളരെ കെയർഫുൾ ആയിട്ട് അവരുടെ റൂളുകളെല്ലാം പാലിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് വരുന്നത് അഡാപ്റ്റ് ടു ടീം ബേസ്ഡ് വർക്ക് കൾച്ചർ. അവിടെ കൂടുതലും ടീം ബേസ് ആയിട്ട്, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഓരോ ഹൈറാർക്കിയും ക്ലബ് ചെയ്ത് ടീം ബേസ് ആയിട്ടുള്ള ഒരു വർക്ക് കൾച്ചറാണ് ജർമ്മനിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീം വർക്കിന് വേണ്ടിയുള്ള ഒരു രീതിയിലോട്ട് നമ്മളെ തന്നെ മാറ്റേണ്ടതുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ അടുത്തൊരു പോയിന്റ്. ദ നെക്സ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻസ് റൈറ്റ്സ് അണ്ടർ ജർമ്മൻ ലോ.
ഓക്കെ, പേഷ്യൻസിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ജർമ്മൻ ലോ വെച്ചിട്ട് നമ്മളത് പഠിക്കണം. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ജർമ്മനിയെക്കുറിച്ച് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു എവരി വൺ ആൻഡ് ചൂസ്